ചേട്ടാ, ചേട്ടൻ താജ്മഹൽ പോയതിന്റെ ഫോട്ടോസൊക്കെ കണ്ടു. അടിപൊളിയായിട്ടുണ്ട്. താജ്മഹൽ പോയതിന്റെ എക്സ്പീരിയൻസ് പറയാമോ? അടിപൊളിയായിരുന്നു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസാ. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ തവണ പോകുന്നത്. പക്ഷേ എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഓരോ തവണ പോകുമ്പോഴും നമുക്ക് ഒരു മടുപ്പ് ഉണ്ടാവില്ല. വളരെ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ നമുക്ക് താജ്മഹൽ ഇവിടുന്ന് പോകുമ്പോ കേരളത്തിൽ നിന്ന് പോവാണെങ്കിൽ പോകാൻ പറ്റുന്ന എളുപ്പം? ഞാൻ എങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രണ്ടാമത്തെ തവണ ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു. ഡൽഹിയിൽ ചെന്നു. അവിടുന്ന് ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്തിട്ട് ആ താജ്മഹലിലേക്കുള്ള റൂട്ടിൽ പല കാഴ്ചകളും കണ്ടതിന് ശേഷമാണ് ഞാൻ താജ്മഹൽ ഫൈനലായിട്ട് എത്തിയത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡൽഹിയിൽ ചെന്നു. ഡൽഹിയിൽ നിന്ന് നേരെ നമ്മൾ ട്രെയിൻ ട്രെയിനിലൂടെ നമ്മൾ യാത്ര ചെയ്ത് അവസാനം ആഗ്ര എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആഗ്ര കാണ്ട്. ആഗ്ര കാണ്ടിൽ നിന്ന് നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചിട്ടാണ് ആഗ്രയിലെത്തിയത്. അവിടെ നിന്നും ഒരു നമ്മൾ സ്റ്റേ ചെയ്തതിന് ശേഷം അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചിട്ടാണ് താജ്മഹലിലെത്തിയത്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഈ പറയുന്ന രീതിയിലാണ്. ഇവിടുന്ന് നേരെ ഡൽഹിക്ക് ഫ്ലൈറ്റോ ട്രെയിനോ പോകാം. അവിടുന്ന് ഡയറക്റ്റ് നമ്മൾ ആഗ്ര കാണ്ടിലേക്ക് പോകാൻ നല്ലത്. കാരണം നേരിട്ട് ഇവിടുന്ന് ആഗ്രയിലേക്ക്, ഈവൻ അവിടെ എയർപോർട്ട് ഉണ്ടെങ്കിൽ പോലും ആഗ്രയിലേക്ക് നേരെ ഫ്ലൈറ്റ് നമുക്ക് കൊച്ചിയിൽ നിന്നില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഡൽഹി ചെന്നിട്ടാണെങ്കിൽ എളുപ്പമാണ്. പല മാർഗ്ഗങ്ങൾ വഴി പോകാം. ബസ്സോ ടാക്സിയോ അല്ലെങ്കിൽ ട്രെയിനോ വഴി നമുക്ക് പോകാൻ പറ്റും. ഓ, ട്രെയിന്, ബസ് ഡൽഹി ചെന്നിട്ട് എടുക്കുന്നതായിരിക്കുമല്ലോ ഏറ്റവും ബെസ്റ്റ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഡൽഹി ചെന്നിട്ട് പോകുകയാണ് നല്ലത്. പ്രത്യേകിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും. ഓക്കെ. അപ്പൊ ഈ ടിക്കറ്റ് റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? അത് ഓരോ സമയത്തെ ഡിപ്പെൻഡ് ചെയ്ത് വരും. ഏകദേശം എനിക്ക് ഒരു ഒരു സൈഡിലേക്ക് ശരിക്കും പറഞ്ഞ ഒരു 7,000 മുതൽ 15,000 വരെ ടിക്കറ്റ് റേഞ്ച് ഫ്ലൈറ്റിന് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് ഏകദേശം നമുക്ക് നമ്മൾ എടുക്കുന്ന കാറ്റഗറി അനുസരിച്ചിരിക്കും. നമ്മളൊരു എ സി ഒക്കെ എടുക്കണമെങ്കിൽ ഒരു 600 രൂപ ആ ഒരു റേഞ്ചാണ് ട്രെയിന് വരുന്നത്. ടാക്സി ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലൊന്ന് അറേഞ്ച് ചെയ്തതാണ് അവര്. അപ്പോൾ ഏകദേശം ഇത്തിരി ഹയർ പ്രൈസ് ആണ്. പക്ഷേ കൂടെ ഫാമിലി ഉണ്ടായതുകൊണ്ട് നമ്മൾ ടാക്സിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 9,000 രൂപയോളം എടുത്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു 6,000, 5,000 രൂപയ്ക്ക് നിൽക്കേണ്ടതാണ് ഈ ടാക്സിയുടേത്. അല്ലെങ്കിൽ ബസ്സാണെങ്കിൽ നോർമൽ റേറ്റ് ആയിരിക്കും നമുക്കുണ്ടാവുക. ഡിപ്പെൻസ് നമ്മൾ ഏത് ബസ്സാണോ നമ്മൾ ബുക്ക് ചെയ്യുന്നതെന്ന് അനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഈ താജ്മഹൽ കേറി കാണുന്നതിനുള്ള ടിക്കറ്റ് റേറ്റോ അത് എടുക്കുന്നതിനുള്ള വഴികളോ? അതില് നമുക്ക് ഇന്ത്യക്കാർക്കാണെങ്കിൽ 50 രൂപ. പിന്നെ അതിന്റെ മൊസോളിയോ ഉണ്ട്. അത് 200 രൂപ അഡീഷണൽ കൊടുക്കണം. വിദേശികൾക്കാണെങ്കിൽ ഒരു 1,100 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് താജ്മഹൽ കാണുക എന്നുള്ളത്. ഈ സ്ഥലം നല്ല രസമായിട്ടുണ്ട്. ഇത് താജ്മഹലിന്റെ ഏത് ഭാഗമായിട്ട് വരും? ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള ഗേറ്റിലൂടെ, ഇതിപ്പോൾ ഈ കാണുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഗേറ്റിലൂടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. ശരിക്കും താജ്മഹലിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭാഗമാണ്. നമ്മൾ ഇവരുടെ ആഹ് വലതുവശത്ത് കൂടെയുള്ള ഗേറ്റിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് കേറുന്നത്. ആ കേറി വരുന്ന ശരിക്കും പറഞ്ഞ ഒരു ചത്വരം പോലെയാ. ഒരു ഗ്രൗണ്ട് പോലെയാണ് നടുക്കുള്ളത്. നല്ല രസമാണ് അത് കാണാനായിട്ട്. നമുക്ക് ആ ഒരു പ്രദേശം നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും അന്നത്തെ പഴയ മുഗൾ രാജവംശത്തിൻ്റെയൊക്കെ പടയാളികൾ വന്ന് നിൽക്കുന്നു, രാജകുടുംബങ്ങൾ വന്ന് നിൽക്കുന്നു. മീൻസ് അതിനുള്ള നിൽക്കാനുള്ള സ്ഥലം, കേറി ഇരിക്കാനുള്ള സ്ഥലം എല്ലാം നല്ലൊരു വിസിബിൾ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഏരിയ ആയിട്ട് അവർ നല്ലൊരു ആർക്കിടെക്ചർ ശൈലിയിലാണിത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ദേ ആ കാണുന്നതാണ്, നേരെ കാണുന്നതാണ് നമ്മൾ ആ എക്സിറ്റ് ചെയ്യുന്നത്. ശരിക്കും ഫ്രണ്ട് അവിടെയാണ്. പക്ഷെ നമ്മൾ ഈ കാണുന്ന വഴി കൂടെ, ആ നേരെ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ ഓക്കെ. കേറി ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇത് താജ്മഹൽ ഏത് ഭാഗത്തായിട്ട് വരും? ദേ ഇപ്പൊ നമ്മൾ ഈ കാണുന്നതിന്റെ പുറകിലാണ് താജ്മഹൽ. ഇതാണ് ആ മെയിൻ എൻട്രൻസ് ശരിക്കും പറഞ്ഞാൽ. താജ്മഹലിന്റെ എൻട്രൻസ് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു മെയിൻ എൻട്രൻസ് ആണ്. ഇതും നല്ലൊരു വലിപ്പം, ഒരു 5-6 നില കെട്ടിടത്തിന്റെ വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഹൈറ്റിലാണ് അത് ചെയ്തേക്കുന്നത്. ഓ, ഈ ഇതിന്റെ അകത്തൂടെ എൻട്രി ചെയ്താലാണ് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റുന്നത്. ആ അതെ. കാണുന്നതായിരിക്കും താജ്മഹലിന്റെ. അത് തന്നെ. നമ്മൾ ആ ഡോറിൽ കൂടെ നോക്കുന്ന ഒരു വൈറ്റ് കളർ ഒരു ബിൽഡിംഗ് പോലെ കാണുന്നില്ലേ? അതാണ് ശരിക്കും പറഞ്ഞാൽ താജ്മഹല്. ശരിക്കും അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അതിന്റെ ഉള്ളിൽ പോകുമ്പോഴത്തേക്കും ശരിക്കും കാണാൻ പറ്റും. ശരിക്കും ഈ ഒരു ഇതും ഒരു ബൃഹത്തായ കെട്ടിടമാണ്. കാരണം ചുമന്ന കല്ലിലാണ് എല്ലാം കൊത്തിയിരിക്കുന്നത്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉള്ള ഒരു ഏരിയയാണ് ഇതിന്റെ താഴെയെല്ലാം. ഓക്കെ. ഈ താജ്മഹൽ കാണാൻ പോകാൻ പറ്റിയ ടൈം ഏതാണ്? ചേട്ടൻ ഏത് ടൈമിലാ പോയേ? ഞാൻ പ്രിഫർ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് താജ്മഹലിന്റെ ബാക്ക് വശം കാണണമെങ്കിൽ ഈവനിങ് ടൈമാണ് നല്ലത്. ഫ്രണ്ട് വശം, അതായത് ഫ്രണ്ടിലൂടെ നമ്മൾ താജ്മഹൽ ഫുള്ളായിട്ട് കാണാനായിട്ടാണെങ്കിൽ ഏറ്റവും മോർണിംഗ് ടൈമാണ് നല്ലത്. രാവിലെ ഒരു 6 മണിക്ക് പോവുകയാണെങ്കിൽ
അത്യാവശ്യം ചൂടില്ലാതെ നമുക്ക് വളരെ കൂളായിട്ട് എല്ലാം നടന്ന് കണ്ട് സമാധാനമായിട്ട് വരാം. പക്ഷെ ഒരു കാര്യം ഓക്കെ. ശ്രദ്ധിക്കണം, കയ്യിൽ മിനറൽ വാട്ടർ എടുക്കാൻ ഓർത്തോണം. ഓക്കെ. ഓക്കെ. ഈ താജ്മഹൽ കാണാൻ എല്ലാ ദിവസവും നമുക്ക് പറ്റുമോ? അത് താജ്മഹൽ കാണുന്നതിനുള്ള ടൈം എങ്ങനെയാണ്? ഫ്രൈഡേ ഒഴികെ എല്ലാ ദിവസങ്ങളും പറ്റും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി 6:30 വരെയാണ് അതിന്റെ സമയം. ഉള്ളിലോട്ട് കയറാനുള്ള ടൈം 6 മണി to 6:30 വരെ. അതെ, അതെ, അതെ. ഓക്കെ. ഈ ഇത് കഴിഞ്ഞിട്ട് ചെല്ലുന്ന ഭാഗത്താണല്ലേ നമ്മുടെ താജ്മഹൽ കാണുന്നത്? അതെ, 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 അതെ. നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗം. ഇത് കണ്ടില്ലേ? നമ്മളെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ബിൽഡിംഗ് തന്നെയാണ്. നല്ലൊരു അടിപൊളി ആർക്കിടെക്ചർ ആണ് അതില്. ആൾക്കാർക്ക് ഇരിക്കാം. ഒരു 2 നില പോലെ താഴെ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ? ഈ സ്റ്റെപ്പ് വഴിയൊക്കെ കേറി മുകളിലേക്ക് പോകാവുന്ന രീതിയിലാ. പക്ഷെ നമുക്കിപ്പോൾ എൻട്രി ഒന്നും പറ്റില്ല. അത് അവരവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിന് ജസ്റ്റ് ഇതിൽ കൂടി കാണാം. അതിന്റെ ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു വളരെ ഹൈറ്റ് ആണ് ഓരോ നിലയുടെയും. ശരി. ഈ കാണുന്ന ഈ ചെല്ലുന്നിടത്ത് ഇത് ചെല്ലുമ്പോൾ കാണുന്നല്ലോ. ഇതിന്റെ ഏറ്റവും അടിപൊളി കാഴ്ചയാണ് ഇത് ഈ കാണുന്നത് കണ്ടാൽ തന്നെ. വാവ്. താജ്മഹൽ നമ്മള് തെളിഞ്ഞു വരുന്ന കണ്ട. അടിപൊളി. ഈ കാഴ്ച നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഇത്രയും മനോഹരമാണെങ്കിൽ ആ നേരിട്ട് കാണുന്ന കാഴ്ച ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എത്ര അടിപൊളിയായിരിക്കും എന്ന്. അടിപൊളി. അടിപൊളി. നല്ല രസമുണ്ടായിരുന്നു. ആ സൂപ്പർ പെട്ടെന്നൊരു അല്ലേ? ആ വെട്ടത്തുനിന്ന് അങ്ങ് വെട്ടത്ത് കയറി കയറി ചെന്ന് വരുമ്പോഴത്തേക്കുള്ള കാണാൻ നല്ല ഇത്. രസമുണ്ടായിരുന്നു. താജ്മഹലിനെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ചേട്ടാ ഈ വീഡിയോയിലും ഈ താജ്മഹൽ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ. ഇതെങ്ങനെ ചേട്ടൻ എടുത്തത്? ഫോണിൽ തന്നെയാണോ എടുത്തത്? അതെ, ഞാൻ ഫോണിൽ കൂടിയാണ്. പക്ഷെ ഞാൻ പുതുതായിട്ട് വാങ്ങിയ ഒരു ഗിംബലുണ്ട്. ആ ഗിംബൽ ഉപയോഗിച്ചാണ് ഈ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. ആ ഗിംബൽ എന്തായാലും ഓക്കെ. ഇത് കാണുന്നവർ കമന്റ് ചെയ്യട്ടെ. നമുക്ക് നോക്കാം എത്ര പേർക്ക് ആ ഗിംബൽ അറിയാൻ പറ്റും എന്നുള്ളത്. അത് പല സൈറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റി. പക്ഷെ എന്താ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താജ്മഹൽ എങ്ങനെയൊക്കെ നമ്മൾ പകർത്തിയാലും അതിന്റെ ആ ഫുൾ വിഷ്വൽ ബ്യൂട്ടി നമുക്ക് വേറെ ഒന്നിലും പകർത്താൻ പറ്റില്ല. പക്ഷെ ഇതിൽ തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് വളരെ ഒരു അടിപൊളിയായിട്ടുണ്ട്. നല്ല നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമായിട്ട്. അപ്പൊ ആ പ്രദേശം മുഴുവനും പകർത്താൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ അതായത് ഒരാള് താജ്മഹലിൽ പിന്നീടാണ് കാണാൻ പോകുന്നത്. പക്ഷെ ഇത് നമുക്ക് കാണണമെങ്കിൽ നമ്മളത് ഫുൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ട ഈ ഒരു മെയിൻ എൻട്രൻസ് അതിനെ അറ്റാച്ച് ചെയ്ത് ആ അപ്പുറത്തെ ഭാഗത്തും ഉണ്ട് ഇപ്പുറത്തെ ഭാഗത്തും എല്ലാം ഒരു മതിൽക്കെട്ട് പോലെ ഒരു വരാന്ത പോലെ പോകുന്നുണ്ട് അതില്. ഓക്കെ. നല്ല രസമുണ്ട്. നല്ല നല്ല അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തോരം പേരാ വന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് കേട്ടോ അവിടെ വന്ന് കാണുന്നത്. ഈ കാണുന്നില്ല നമ്മളിപ്പോൾ ആ നടന്നു വരുന്ന സമയത്തൊക്കെ ഒരുപാട് മലയാളി ആൾക്കാരും കുട്ടികളും എല്ലാവരും അവിടെ പോയിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവർ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അറിയാലോ ഇവർ മലയാളികളാണെന്ന്. ഓക്കെ. പിന്നെ നമ്മളെ കാണുമ്പോൾ ഏകദേശം കേരളക്കാരെ കാണുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട്. ഇത്ര വർഷം പഴക്കമുള്ള താജ്മഹൽ ആണെങ്കിലും കാണുമ്പം നല്ല പുതുമയുള്ള ഇതുപോലെ തന്നെ ഇരിക്കുന്നല്ലേ? അതെ, അതെ. കറക്റ്റ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ട്ടോ. ഈ കണ്ട ഞാൻ ആ നേരത്തെ പറഞ്ഞില്ലേ കണ്ട വരാന്ത പോലെ ഇങ്ങനെ പോകുന്നു. ഇതിന്റെ ഉള്ളിലൊക്കെ ആൾക്കാർക്ക് നിക്കാം. ഇത് ചുറ്റോട് ചുറ്റുമുണ്ട്. നമ്മുടെ ഓക്കെ. ഒരു മതില് പോലെ ചുറ്റും വന്നിട്ടുണ്ട്. പക്ഷെ ഒരു മതിലായിട്ടല്ല. ശരിക്കും ഒരു കോറിഡോർ പോലെയാണ് അത് ഫുള്ളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കെട്ടിടത്തിന്റെ കാര്യം സൂചിപ്പിച്ചല്ലോ. ശരിക്കും പറഞ്ഞാൽ 1632 തൊട പണി തുടങ്ങിയ കെട്ടിടമാണ്. 20 കൊല്ലം കൊണ്ടാണ് 20,000-ൽ പരം ജോലിക്കാര് കൂടി നിർമ്മിച്ച കെട്ടിടമാണിത്. ഈ തോന്നോ ഇത്രയും കണ്ടാ പഴക്കമുണ്ടെന്ന്? പറയില്ല കേട്ടോ ഇത്രയും പഴക്കമുള്ള ഏകദേശം ഇതാണെന്ന്. 400 വർഷം പഴക്കമുള്ള കെട്ടിടം. കണ്ടു ഇന്നലെ കഴി പണിത് കഴിഞ്ഞതുപോലെ തോന്നുന്നു. അതെ, അതെ. അടിപൊളിയാ. ശരിക്കും ആ വെണ്ണക്കൽ സൗധം എന്ന് പറയുന്നത് കറക്റ്റ് ആപ്റ്റ് വേർഡാണ്. കാരണം ഇത്രയും മനോഹരമായിട്ട് നമുക്കത് നേരിട്ട് ചെല്ലണം. നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നയാഗര കണ്ട് നേതി നേതിന്ന് എസ്.കെ. പൊറ്റക്കാട് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അവർണ്ണനീയമായ ഒരു കാഴ്ചയായിട്ട് തന്നെ ശരിക്കും തോന്നും. ശരിക്കും ഇതിന്റെ കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മുംതാസ് മഹൽ ഷാജഹാന്റെ വൈഫ് 14ാമത്തെ പ്രസവത്തില് മരിക്കുന്ന സമയത്ത് അതിന്റെ ദുഃഖത്തിലാണ് ആ മുംതാസിന് വേണ്ടി ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ താജ്മഹൽ ഷാജഹാൻ 1632 പണിയുന്നത്. ശരിക്കും ഇതിൽ പലതരം കല്ലുകൾ പേർഷ്യൻ ശരിക്കും ആർക്കിടെക്ചർ അതിന് ഇന്ത്യൻ മാത്രമല്ല പേർഷ്യൻ ആർക്കിടെക്ചർ മുഗൾ ഓ. ആർക്കിടെക്ചർ അങ്ങനെ പല ശൈലിയെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മെയിൻ ബിൽഡിങ്ങും അതിന്റെ സറൗണ്ടിങ് എല്ലാം പണിതിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ 4 മിനാരങ്ങളും ആ ഇത് കാണാൻ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്. ഈ 4 മിനാരങ്ങളും നമ്മളിതിൽ നോക്കിയാൽ മതി. ആ പുറത്തേക്കൊരു സൈഡ് ഇത്തിരി പുറത്തേക്ക് ചരിഞ്ഞല്ലേ ഇരിക്കണേന്ന് നോക്കിക്കേ. അതെ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കണ്ട ഈ ഭൂമി കുലുക്കമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 മിനാരങ്ങളും പുറത്തേക്ക് വീണോട്ടെ ആ മെയിൻ ബിൽഡിങ്ങിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓ അതാണ് താജ്മഹലിനെ വ്യത്യസ്തമായിട്ട് നിർത്തുന്നത്. ഈ ഹുമയൂൺ ടോംബ് ഉണ്ട് ഡൽഹിയിൽ. നമുക്ക് അതും ഇതേപോലെ തന്നെ ഒരു ബൃഹത്തായ നിർമ്മിതിയാണ്. പക്ഷെ ഈ താജ്മഹലിനെ വേറിട്ട് നിർത്തുന്നത് ഈ വെണ്ണക്കൽ ഗോപുരവും ഈ മിനാരങ്ങളുടെ പ്രത്യേകതയും കൂടാതെ വേറൊരു കാര്യമുണ്ട്. മറ്റതൊക്കെ 4 സൈഡിലേക്കും ഒരേ രീതിയിലായിരിക്കും അതിൻ്റെ ആർക്കിടെക്ചർ ശൈലി പോകുന്നത്. താജ്മഹൽ മാത്രം ഫ്രണ്ടിലേക്ക് നിൽക്കുന്നു. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും പക്ഷെ അത് അവർണ്ണീയമാണ്. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അത് വിവരിക്കാൻ അത് കണ്ടു തന്നെ നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കണം അതിൻ്റെ ഇത്. ഓ, നല്ല രസമുണ്ട്. ആ മിനാരങ്ങൾ തന്നെയാണേലും ഒരേ ലൈനിലാണോ അതോ മറ്റേ ഉള്ളിലാണോ നിൽക്കുന്നതെന്ന് നമുക്ക് ഡൗട്ട് തോന്നും. അതെങ്ങനെയാ ഒരേ ലൈനിൽ തന്നെയാണോ മിനാരങ്ങൾ രണ്ടും നാലും നിൽക്കുന്നത്? ശരിക്കും മിനാരങ്ങൾ ഒരേ ലൈനിൽ തന്നെയാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ആ ബേസ്മെന്റ് കണ്ടില്ലേ? ആ ബേസ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ആ താഴെ നിൽക്കുന്ന ആൾക്കാരെ നോക്കിയാൽ മതി അതിന്റെ ഹൈറ്റ് എന്തോരം ഉണ്ടെന്നുള്ളത്. ആ ബേസ്മെന്റ് ഒരു സ്ക്വയർ ടൈപ്പ് ബേസ്മെന്റ് ആണ്. ആ ബേസ്മെന്റിന്റെ 4 മൂലയിലായിട്ടാണ് ഈ ഓരോ മിനാരങ്ങളും നിൽക്കുന്നത്. ചേട്ടാ, ഒരു ഡൗട്ട്. ഈ നേരത്തെ നമ്മൾ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ വെള്ളം കാണാറുണ്ട്. ഇതിപ്പോ എന്താ വെള്ളമൊന്നും ഇല്ലാത്തത്? ശരിക്കും ഈ ബ്ലൂ കളർ പെയിന്റ് അടിച്ചേക്കുന്നതൊക്കെയാണ് ശരിക്കും വെള്ളം നിറച്ച് അവിടെ ഇങ്ങനെ ആ താജ്മഹൽ മുതൽ ഈ മെയിൻ എൻട്രൻസ് വരെ ഒരു വെള്ളത്തിന്റെ ഒരു എന്താ തോട് തോടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഫൗണ്ടൈൻ പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ അത് ഇപ്പൊ മെയിൻ്റനൻസ് കാര്യങ്ങൾ വരുമ്പോൾ അവർ വെള്ളം മാറ്റിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ ചെല്ലുന്നതിന്റെ പിറ്റേ ദിവസം US വൈസ് പ്രസിഡന്റ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് അണിച്ചൊരുക്കി നല്ല ഭംഗിയായിട്ട് അവർ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഓക്കെ. ഇപ്പൊ അതുകൊണ്ടായിരിക്കാം വെള്ളം വറ്റിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ വെള്ളത്തോടു കൂടി അതിന്റെ റിഫ്ലക്ഷൻ ഒക്കെ താജ്മഹലിന്റെ കാണാനായിട്ട് ആ, നല്ല അടിപൊളിയായിരിക്കും. ഫോട്ടോസിലൊക്കെ പണ്ടേ കണ്ടിട്ടുണ്ട്. അത് അത് ഓരോ തവണ താജ്മഹലിന്റെ അത്രയും വ്യത്യാസമായിട്ട് വരും. കാരണം പകലൊരു രീതിയിലായിരിക്കും അതിന്റെ ആ പ്രതിബിംബം കാണുന്നത്. അതിന്റെ നിറവും കാര്യങ്ങളൊക്കെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ താജ്മഹലിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഫുൾ മൂൺ സമയത്ത് 2 ദിവസം മുമ്പും പിൻപും നമുക്ക് എൻട്രി കിട്ടും രാത്രി 12:30 വരെ. ഓ ആ സമയത്ത് നമുക്ക് താജ്മഹൽ നിലാവിൽ കാണാൻ പറ്റും. ഓ അത് പക്ഷെ നമ്മൾ ഫുൾ മൂൺ ഡേ നോക്കി നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് പോകേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടി, ആ ബെഞ്ച് കണ്ടില്ലേ? അല്ല, ഇത് ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നില്ലേ? ഓക്കെ. ഈ ബെഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്, അറിയാമോ? ഇല്ല, അറിയത്തില്ല. അതെന്താ? ഈ ബെഞ്ചിന് പറയുന്ന പേരാണ് ഡയാന ബെഞ്ച്. ഓ, അതെന്തുകൊണ്ടാണെന്നറിയോ? ഡയാന രാജകുമാരി വന്നപ്പോ ഇരുന്നത് കൊണ്ടാണോ? യെസ്, ഡയാന രാജകുമാരി താജ്മഹൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഫോട്ടോ എടുത്തത്. ഓ, അതുകൊണ്ട് ആ ബെഞ്ചിന് ഡയാന ഡയാന ബെഞ്ച് ബെഞ്ച്. എന്നുള്ള പേര് വീണു. പക്ഷെ ഓക്കെ. അതൊരു അടിപൊളി സ്ഥലത്താണ്. എന്താന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ ആ താജ്മഹലിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്യൂട്ടി നമ്മളുടെ ഫോട്ടോയും കൂടി ഫുൾ ആയിട്ട് കിട്ടും. നന്നായിട്ട് ഒപ്പിയെടുക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അല്ല, ഈ സ്റ്റേജ് പോലെ കാണുന്നതിന് വല്ല വേറെ പേര് വല്ലതും ഉണ്ടോ? ഏതാ നമ്മൾ ഈ ഈ കാണുന്നതാണോ? ഡയാന രാജകുമാരി ഇരുന്ന് ബെഞ്ചിരിക്കുന്ന ഇല്ല, സ്ഥലം. അതൊരു ഫൗണ്ടനും അതിനനുബന്ധിച്ച് അവിടെ നിൽക്കാനും കാര്യങ്ങൾക്കുള്ള ഒരു ബേസ്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രം നോക്കിയാൽ മതി. കാരണം അവിടെ ഇരുന്ന കറക്റ്റ് നമ്മളെ മെയിൻ ഗേറ്റും കാണാം, അതായത് മെയിൻ കവാടവും കാണാം. ഇവിടെ താജ്മഹലും ഈക്വൽ പ്രൊപ്പോർഷനിലായിരിക്കുന്നത്. താജ്മഹലിലേക്കും കറക്റ്റ് അതേ ദൂരമാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇപ്പം നമ്മൾ കടന്നു വന്നില്ലേ, ആ മെയിൻ എൻട്രൻസിലേക്കും നല്ല അടിപൊളിയാണ്. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ യമുന നദി താജ്മഹലിന്റെ അടുത്താന്നാ പറഞ്ഞത്. എവിടെത്തെ യമുന നദി എവിടെയായിട്ടാ ഒഴുകുന്നത് താജ്മഹലിന്റെ? നമ്മൾ ഇവിടെ ഇരുന്നാ കാണില്ല. നമ്മൾ ഈ താജ്മഹലിന്റെ തൊട്ട് ബാക്ക് വശത്താണ് യമുന നദി ഒഴുകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ബാക്ക് വശത്ത് ഈവനിങ് ടൈമിൽ വേണമെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ. ആ ഈവനിങ് സമയത്ത് ആ പുറകു വശത്ത് നിന്ന് താജ്മഹൽ കാണാൻ അതിമനോഹരമാണ്. അപ്പൊ പുറകുവശത്ത് പോകാൻ വേണ്ടി ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടോ? നമുക്ക് പുറകുവശത്ത് കൂടി പോകണമെങ്കിൽ നമുക്ക് വേറൊരു ബാക്ക് എൻട്രൻസ് ഉണ്ട്. അത് നമുക്ക് ഈ നേരെ ഇതിലെ കൂടെ കയറിയേ പറ്റില്ല. പുറകുവശത്ത് കൂടിയുള്ള ബാക്ക് എൻട്രൻസിൽ കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് നടക്കും. അത് കൂടാതെ തന്നെ ഈ മെയിൻ ബിൽഡിങ്ങിന്റെ സൈഡിൽ തന്നെ വേറെ ബിൽഡിംഗ് കണ്ടില്ലേ? ആ, ആ ചുമന്ന അതെ കല്ലുകളുള്ളത്. അതെ 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 ആ ബിൽഡിങ്ങിൽ ഒന്ന് മസ്ജിദുണ്ട്, ഒരു സിമിട്രി ഹാളും ഉണ്ട്. ഈ ആ സൈഡിലെ ആ ബിൽഡിങ്ങില്ലേ, അതിലാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. ഇപ്പൊ പക്ഷെ ഈ ചുമന്ന കളറിൽ കാണുന്ന അത് ബിൽഡിങ്ങുകൾ തന്നെ അത് തന്നെ അത് തന്നെ. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ബിൽഡിംഗ് ആണ് അതൊക്കെ. 4 വശത്തും ഉണ്ടെന്ന് തോന്നണം അല്ലേ? ബാക്കിലും
ഇല്ല, ഇല്ല, ഇല്ല. 4 വശത്തില്ല. നമുക്ക് ഈ ബിൽഡിംഗ് ഇവിടെയുണ്ട്. ഈ ചുമന്ന ബിൽഡിംഗ് ഇപ്പറയുണ്ട്. കൂടാതെ നമ്മൾ ആ മെയിൻ കവാടമാണ് ബിൽഡിംഗ് ആയിട്ട്. ഓക്കെ. സാധാരണ ഗതിയില് മുഗൾ ആർക്കിടെക്ചറില് പല ഹുമയൂൺ ടോംബിലൊക്കെ നമുക്ക് 4 സൈഡിലും ഒരേപോലെ കാണാം. പക്ഷെ ഇതില് ബാക്ക് സൈഡിലില്ല. ബാക്ക് സൈഡിലാണ് യമുന റിവർ. ഓക്കെ. പക്ഷെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാ അല്ലേ? ആ. ഓഹ്! അത് ജസ്റ്റ് നല്ലൊരു തിളക്കം. അതെ, അതെ. നല്ല നല്ല അത് ഓരോ സമയത്തനുസരിച്ചാട്ടോ. നമ്മളെപ്പോ ചെല്ലുന്നോ അതിനനുസരിച്ചുള്ള കളർ വ്യത്യാസം ഉണ്ടാകും അതിന്. കളർ ഓ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഭംഗിയുള്ള വേറൊരു കളറാണെങ്കിൽ ഉച്ചയ്ക്ക് വേറെയായിരിക്കും. ഈവനിങ് ഒരു ഓ സൺസെറ്റിന്റെ സമയത്ത് സൂര്യന്റെ ഒരു പ്രകാശത്തിനനുസരിച്ച് കളർ വ്യത്യാസം വരും. അതെ, അതെ, അതെ. അത് നമുക്ക് ആ മറ്റേ ബാക്കിലെ ബാക്ക് സൈഡീന്ന് കാണുമ്പോ കറക്റ്റ് അറിയാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത്. ഈ സമയമാണെങ്കിൽ നല്ല ജനങ്ങളുണ്ടല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. ദേ അവര് പോകുന്നതൊക്കെ എന്ത് ഹൈറ്റിലാണല്ലേ ഈ ബേസ്മെന്റ് ഇരിക്കുന്നത്. നല്ല തിരക്കാണ്. പ്രതിദിനം ഒരു 10,000 പേര് സന്ദർശിക്കുന്നുണ്ടെന്നാ പറയുന്നത്. ഒരു വർഷം 70 ലക്ഷം പേര് കാണുന്ന മോണുമെന്റാണ് താജ്മഹൽ. എന്നിട്ടും ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെ, മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യം നല്ല ക്യാഷ് മുടക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 400 കൊല്ലം പഴക്കമുള്ള കെട്ടിടം. ഈ ചില സമയത്ത് അവർ മെയിൻ്റനൻസിനായിട്ട് പലവിധ വർക്കുകൾ നടക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ആ മെയിൻ എൻട്രൻസിൽ കയറി വന്നപ്പോൾ കണ്ടില്ലേ? ആ, കുറച്ച് കണ്ടു. സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ട് അതിൽ ചെയ്യുന്നത്. അതേപോലെ താജ്മഹലിന്റെ ചെയ്യാം. പക്ഷെ ഈ താജ്മഹലിന്റെ നമ്മൾ ചെന്ന സമയത്ത് ഇതിൽ ഒരു പ്രത്യേകിച്ച് വേറെ വർക്ക് നടക്കാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഭംഗിയെല്ലാം കയ്യോടെ വീഡിയോയിൽ പകർത്താൻ പറ്റി. കണ്ട ഈ ഹൈറ്റിന്റെ കേസ് നോക്കി, ആ ബേസ്മെന്റിന്റെ ഹൈറ്റിൽ കണ്ട ഈ ഒരാൾ ആ പൊക്കം ഉണ്ട് ഉം. ഈ ആ ചുമന്ന ബേസ്മെന്റിൽ ഇത് തന്നെ തന്നെ ഒരാൾ ഒരാൾ പൊക്കമുണ്ട്. അതിന്റെ മുകളിലും ആ ബേസ്മെന്റ് വെണ്ണക്കൽ ബേസ്മെന്റ് തന്നെ ഒരു 2-2.5 അടി ആളുടെ 2-2.5 ആളുടെ അത്രയും പൊക്കമുണ്ട്. കണ്ട നമ്മൾ അവിടെ നിന്ന് അത്രയും ദൂരം നോക്കിക്കേ. ശരിക്കും അങ്ങോട്ട് നോക്കിയാലും വളരെ ഭംഗിയാണ്. ആ, നല്ല കണ്ട രസമുണ്ട്. അത്രയും ലോണൊക്കെ പച്ച പിടിപ്പിച്ച്. പുല്ലൊക്കെ പിടിപ്പിച്ച്. അതെ. പക്ഷെ ഈ സൈഡിൽ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഈ 2 സൈഡിലെ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ ബാക്ക് സൈഡിൽ പോകുവാണെങ്കിൽ നമുക്ക് ഈ 2 ബിൽഡിങ്ങുകളും കൂടെ ചേർത്ത് താജ്മഹലിന്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഈ അതാണ് ഫ്രണ്ട് എൻട്രൻസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ചുമന്ന ബിൽഡിങ് കാണാൻ പറ്റാണ്ടിരുന്നത്. കാണാൻ പറ്റാത്തത് ആ മരങ്ങളൊക്കെ അവിടെ വളർന്നു നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ 2 ബിൽഡിങ്ങുകൾ കാണാൻ പറ്റാതിരുന്നത്. പിന്നെ ഈ സൈഡിൽ കൂടിയാണ് നമ്മൾ നടന്ന് നമ്മൾ ആ ഒരു ഗോപുരം പോലെ കണ്ടില്ലേ? കണ്ടു. ഒരു ആ, ചുമന്നത്. അതെ. അതാ നമ്മൾ നേരത്തെ കണ്ട ആ ഫ്രണ്ട് കവാടത്തിന്റെ അവിടെ നിന്ന് ഒരു മതിൽ പോലെ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ? ഓ, ചുറ്റുമതിൽ അതിങ്ങനെ ചുറ്റുമതിൽ പോലെ. ശരിക്കും പറഞ്ഞാൽ ഒരു കോറിഡോർ പോലെയാണ് പോകുന്നത്. ആ മതിൽ വന്ന് ഇതിലേക്കാണ് ജോയിൻ കണക്ട് ആകുന്നത്. കണക്റ്റ് ആകുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇനി ഈ ഇതിന്റെ മെയിൻ ഞാൻ പറഞ്ഞല്ലോ ഒരു 50 രൂപയാണ് നമുക്ക് താജ്മഹൽ കാണാനുള്ള ടിക്കറ്റ് കാശ്. അപ്പൊ ആ ക്യാഷ് കൂടാതെ ഇതിന് ഉള്ളിലേക്ക് താജ്മഹലിന്റെ ആ മെയിൻ വെണ്ണക്കൽ ബിൽഡിങ്ങിന്റെ ആ ഭാഗത്തേക്ക് പോകാനായിട്ടാണ് നമുക്ക് 200 രൂപ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ഓക്കെ. ഇത് കാണുന്നതിന് 50 രൂപയും ആ അത് വെണ്ണക്കൽ താജ്മഹലിൽ കയറാൻ കാണുന്നതിന് 50 രൂപ. 100 രൂപ. പക്ഷെ ഈ ഇത് കഴിഞ്ഞ് നമ്മൾ അപ്പുറം അവിടെ ഒരു സെക്യൂരിറ്റി പരിശോധന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ഓ, ഓൺലൈനിൽ വേണമെങ്കിൽ ടിക്കറ്റ് ഇവിടുന്ന് തന്നെ എടുക്കാം. അല്ലെങ്കിൽ നേരത്തെ മുൻകൂട്ടി വേണമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാം. പക്ഷെ അവര് ഗൂഗിൾ പേ കാര്യങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഓക്കെ. എല്ലാം ഒന്നില്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാം. അത് മാത്രമേ ഉള്ളൂ. കണ്ടോ ഈ ഭാഗത്തുനിന്നാണെങ്കിലും താജ്മഹലിന്റെ ഭംഗി നോക്കിക്കേ. നല്ല രസമുണ്ട്. 4 സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ട ഇതും ആ ബിൽഡിങ്ങും നമ്മൾ ആ ചുമന്ന ബിൽഡിങ്ങും ഇതേപോലെ തന്നെ മനോഹരമാണ്. നമ്മൾ ആ കയറി വന്ന അതേ ശൈലി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് നമ്മുടെ ഷൂവിൽ ഇടാനായിട്ടുള്ള ഒരു കവർ തരും. ആ ഓ, കവർ ഈ ഇട്ടിട്ടേ നമുക്ക് താജ്മഹലിന്റെ അങ്ങോട്ട് കയറണമെങ്കിൽ കേറണമെങ്കിൽ നമ്മുടെ ചെരുപ്പ് ആ ആ ഒരു ഒരു പ്ലാസ്റ്റിക്കിന്റെ അല്ല ശരിക്കും അത് തുണിയുടെ ഒരു കവർ തരും. കണ്ടതേ ആ, ആ കവറ് അതേപോലെ കണ്ട അമ്മ കവറൊക്കെ ഇട്ട് ആ താഴെ കൂടി അങ്ങ് പോവുകയാണ്. അപ്പൊ ആദ്യം ഇതേപോലെ കാരണം ആ താജ്മഹലിന്റെ ഇതിൽ നമ്മളുടെ ചെളിയോ കാര്യങ്ങളോ ഒന്നും പറ്റാതിരിക്കാനോ എന്തെങ്കിലും ഒരു അതിന്റെ ഭംഗിക്ക് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കണ്ട ആ നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കിക്കേ ആ താഴത്തെ ബേസ്മെന്റ് അതിന്റെ ഹൈറ്റ് 2.5 കണ്ടില്ലേ? കണ്ട നല്ല ഈ ഹൈറ്റ്. വശത്താണെങ്കിലും നമ്മൾ ആ കേറി വരുന്ന പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിന്റെ മേളില് ആ മെയിൻ എൻട്രൻസിന്റെ മേളിൽ ഒരു സംഭവം കണ്ടിട്ടില്ലേ? ഏറ്റവും ആ ടോപ്പിലായിട്ട് കണ്ടില്ലേ? അതേപോലത്തെ
ആ ഒരു ഡിസൈൻ ഈ 2 സൈഡിലും ഇല്ല എന്നുള്ളൂ. ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിലൂടെ നടന്ന് കണ്ട നമ്മൾ ആ ഹൈറ്റ് നോക്കിയാൽ മതി ആൾക്കാർ നടക്കുന്ന ആ ബേസ്മെന്റിന്റെ എന്തോരം ഉണ്ട് അതിന്റെ വലിപ്പം എന്നുള്ളത്. ഈ സൈഡിലൂടെ നമ്മൾ ആ ഫ്രണ്ടിൽ എത്തിയിട്ട് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞ ഒരു മരത്തിന്റെ സ്റ്റെപ്പാണ് ഉള്ളിൽ വെച്ചേക്കുന്നത്. അതിൽ കൂടെ ഇറങ്ങി താജ്മഹൽ കറങ്ങി ഉള്ളിൽ കൂടി കറങ്ങി പുറത്തു കൂടി അപ്പുറേ കൂടി ചെന്ന് കറങ്ങി തിരിച്ച് നമുക്ക് ഇറങ്ങി വന്ന് ആ നമ്മൾ ഈ ഭാഗത്ത് കൂടിയാണ് കയറിയെങ്കിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടി ഓ, വേണം ഇറങ്ങാൻ. കേറുന്നത് ഒരു സൈഡിൽ നിന്ന് ഇറങ്ങുന്നത് വേറൊരു സൈഡിൽ നിന്ന്. അതെ. അപ്പൊ ഇവിടെയൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ ഓരോ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ വശത്തേക്കും അതിലും ഭംഗിയാണ്. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതിലും ഭംഗിയാണ്. അതിലും വരെ മനോഹരമായ ദൃശ്യമാണ്. കണ്ടില്ലേ? ഞാൻ എൻ്റെ ഗിംബൽ ഉപയോഗിച്ച് പരമാവധി ഷോട്ടുകൾ പല വിധത്തിൽ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ആ ഗിംബലിന്റെയും കൂടി ഒരു കഴിവുണ്ട്. ഗിംബലിന്റെയും കൂടി ഒരു പ്രയോജനം നമുക്ക് മനസ്സിലാകും. എങ്ങനെയൊക്കെ ഷോട്ട് എടുക്കാന്നുള്ളത്. ആ സ്റ്റെപ്പ് വരെയാണോ മുകളിലോട്ട് താജ്മഹലിന്റെ ഉള്ളിലോട്ട് അതെ. ആ പോകുന്നത്? സ്റ്റെപ്പ് കേറിയാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോ ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ കണ്ടോ ഇവര് ഈ നടുക്ക് വെച്ച് മറച്ച് വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ ഡയറക്റ്റ് ഇതിനപ്പുറത്തേക്ക് കയറാൻ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി അതായത് താജ്മഹലിൽ കയറി ഇറങ്ങി കണ്ട് തിരിച്ച് അപ്പുറ വഴി പോവുക എന്നുള്ളത്. കണ്ട ഈ കാണുന്ന ഇതെല്ലാം നമുക്ക് ഈ ഫൗണ്ടൻ ഏരിയ മുഴുവനും വെള്ളമൊക്കെ നിറച്ച് നല്ല ഫൗണ്ടനൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സൂപ്പർ വിഷ്വൽ എഫക്റ്റ് ആയിരിക്കും. നല്ല രസമുണ്ട് കാണാൻ. അതെ. പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറേയും കൂടെ മനോഹരമാക്കാം കേട്ടോ ഞാൻ വിചാരിച്ചിട്ട്. കാരണം ഇതിൻ്റെയൊക്കെ ആ സൈസ് കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ. കണ്ട നോക്കിക്കേ ഇരിക്കുന്നതിന്റെ കണ്ടില്ലേ നമ്മൾ ശരിക്കും 2.5 ആൾ പൊക്കം അല്ല 3 ആൾ പൊക്കം ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ ആ Height. ഹൈറ്റ്. ആൾക്കാരൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ ആ മിനാരങ്ങളുടെയൊക്കെ അടുത്ത് കൂടി പോകുമ്പോൾ ഒരു 3 അതിന്റെ നില ബിൽഡിങ്ങിന്റെ പക്ഷെ ഇതൊന്ന് ആലോചിച്ച് നോക്കണം 400 കൊല്ലം മുമ്പ് പണിത കെട്ടിടമാണെന്നുള്ളത്. കണ്ടാ പറയില്ല. ഇത് കയറി ചെല്ലുന്നത് താജ്മഹലിന്റെ മെയിൻ എൻട്രൻസിന്റെ അങ്ങോട്ടേക്കാണ്. അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഇതാണ് താജ്മഹൽ. നമ്മളാ അല്ല. മെയിൻ ആ ഷാജഹാന്റെയും മുംതാസിന്റെയും കല്ലറകളുടെ അങ്ങോട്ട് പോകുന്ന ഇതാണ് നമ്മൾ ഈ കണ്ട. ഇപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഒരു സൗകര്യത്തിന് വേണ്ടി മരത്തിന്റെ ഒരു സ്റ്റെപ്പുകളൊക്കെ അവര് ചെയ്തു വെച്ചേക്കുവാണ്. ഓക്കെ, ഇത് കയറി ചെന്ന് കണ്ട ഇത് കയറി ചെല്ലുമ്പോ അതിന്റെ ആ മെയിൻ മൊസോളിയത്തിന്റെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. കണ്ടില്ലേ? കാരണം ഇതും നമ്മളൊരു തറ പോലെ ഇങ്ങനെ പണിതിട്ടേക്കുക. ഓക്കെ. അതായത് മാർബിൾ എന്ത് കൊണ്ട് തന്നെ രസമുണ്ട് കാണാനല്ലേ. അടിപൊളിയല്ലേ? നോക്കിക്കേ. അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഇതും പറയുമ്പോഴത്തേക്കും ഇത് പരമാവധി നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ നോക്കി. പക്ഷെ നമുക്ക് അത്രയും വിവരിക്കാൻ പറ്റില്ല. ഈ ഇതിന്റെ ആ ഭംഗിയൊക്കെ നമ്മൾ നേരിട്ട് തന്നെ കാണും. കണ്ടാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ പക്ഷെ അതിന്റെ വീഡിയോയിൽ തന്നെ അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ. നല്ല തിളങ്ങി വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു feel. അതില് ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് കണ്ടില്ലേ ഒരു വാതിൽ പോലെ എൻട്രൻസിൽ ഇതൊക്കെ അറബിക് ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വാതിലിന്റെ എൻട്രൻസിലും സൈഡിലെല്ലാം എല്ലാം അറബിക് എനിക്കൊന്ന് ഖുറാനിലെ പദങ്ങളെന്നാണ് അവിടെ പറഞ്ഞു കേട്ടത്. ആ നല്ല അറബിക് രസമുണ്ട്. ലെറ്റേഴ്സ് ആണ് അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ട ഇതാണ് നമ്മൾ ആ നേരത്തെ സംസാരിച്ച മിനാരം. കണ്ട ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാം കുറച്ച് ആ പുറത്തേക്ക് തള്ളിയ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? കാണുമ്പോൾ ആ മിനാരത്തിലേക്ക് നമുക്ക് കയറാട്ടോ വേണമെങ്കിൽ. പക്ഷെ നമ്മൾ അനുവദിക്കില്ല. പക്ഷെ ഉള്ളിലേക്ക് കയറി മേളിൽ പോയി നിൽക്കാവുന്ന ഗോവണികളുണ്ട് അവിടെ. അതിന്റെ ഉള്ളിൽ ഗോപണികളുണ്ട്. അതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് നമുക്ക് പബ്ലിക്കിന് ഡോറ് എൻട്രി കാണാം. പറ്റില്ല. ഡോറ് കാണാം. മിനാരത്തിൽ ഡോറുകൾ കാണാം. അതെ അതെ. നമ്മൾ ശരിക്കും ഇതൊരു 2 നിലയുടെ ഒരു ഫീല് തോന്നുമെങ്കിലും ആൾക്കാർ നിൽക്കുന്നത് നോക്കിയാൽ മതി എത്രയോ പൊക്കത്തിലാണെന്നുള്ളത്. 2 നിലയല്ല. ശരിക്കും കുത്തബ് മിനാർ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. കുത്തബ് മിനാർ കണ്ടു കഴിഞ്ഞാൽ ഹൈറ്റ് കുത്തബ് മിനാറിനാണ് തോന്നുമെങ്കിലും ശരിക്കും താജ്മഹലിനാണ് കുത്തബ് മിനാറിലും ഹൈറ്റ് കൂടുതൽ. കുത്തബ് മിനാറും ഏകദേശം ഇതേ ഒരു സമയത്തൊക്കെ തന്നെയാണ് നിർമ്മിച്ചത്. കണ്ട നമ്മൾ ഇതാണ് ശരിക്കും പറഞ്ഞ കണ്ട ആ ഓരോ കാര്യങ്ങളും അവർ ആലേഖനം ചെയ്ത് ശരിക്കും ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഇപ്പൊ കാണുമ്പോൾ 400 വർഷത്തിന് ശേഷം നമ്മൾ കാണുമ്പോഴും ഇത്രയും മനോഹരമാണെങ്കിൽ ആ സമയത്ത് 400 വർഷം മുമ്പ് ആ പണിത സമയത്ത് എത്ര മനോഹരമായിരിക്കും ഇത്.
അറ്റ്ലീസ്റ്റ് കല്ലൊക്കെ ഏകദേശം സ്റ്റെയിൻ പോലെ ആയിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു സൗധമായിട്ട് തന്നെ നിൽക്കും ഇത്. ഉറപ്പായിട്ടും. കണ്ട ആൾക്കാരുടെ ബാഹുല്യം കണ്ടോ? എന്തോരം പേരാണെന്ന് നോക്കിക്കേ ഇത് കാണാൻ വേണ്ടി വരുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ മുംതാസിന് വേണ്ടി ഷാജഹാൻ പണിത ഇത് ഇതിന്റെ ഉള്ളിലാണല്ലേ ഈ കാണുന്ന? അതെ 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 നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത് നമ്മൾ എൻട്രൻസിൻ്റെ ആ ഭാഗത്തേക്ക് കാണുന്നത് അത്രയും നമുക്ക് ഒന്നും കൂടി വീഡിയോസൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്നും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യുന്നത്. അത്രയും മനോഹരമാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആ താജ്മഹലിൻ്റെ ആ കബറിടത്തിൻ്റെ എൻട്രൻസിൽ നിന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് നോക്കുന്നത്. ഓക്കെ. അങ്ങനെ കാണുന്ന വിഷ്വലാണിത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞു ഒരുപാട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത്രയും മനോഹരമായിട്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ കയറുന്നത്, അതായത് ഉള്ളിലേക്ക്. ഉള്ളിലോട്ട്. ആ ഇതിന്റെ ഉള്ളിലാണ് കല്ലറകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളില് ഒരു റിപ്ലിക്കയാണ് കല്ലറകളുടെ. ഇതിന്റെ അണ്ടർഗ്രൗണ്ട് ആണ് ശരിക്കും പറഞ്ഞ യഥാർത്ഥ കബറിടം. ഓക്കെ. അതിന്റെ അതില് replica. അതെ 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 ഈ റിപ്ലിക്കയാണ് മേളിൽ കാണിച്ചിരിക്കുന്നത്. ശരിക്കും അത് യഥാർത്ഥമല്ല എന്നാണ് പറയണത്. ഓ. ഇതിന്റെ അടിയില് ഷാജഹാനെയും ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തത്. ശരി, അതൊരു വേറൊരു കഥയുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. നമ്മൾ ഓക്കെ. ആഗ്ര ഫോർട്ടിൽ പോകുമ്പോഴത്തേക്കും പറയാം. കണ്ടില്ലേ, ദേ ഇവിടുന്ന് കേറി കണ്ട ഇതിനടിയിലേക്കൊക്കെ പോകാവുന്ന രീതിയിലാണ്, പക്ഷെ അതൊക്കെ ലോക്ക് ചെയ്ത് മറച്ചു വെച്ചേക്കുക. നല്ല രസമുണ്ട്. ഏത് ഇതിന്റെ വശത്ത് ഉള്ളില് നോക്കിയാലും ശരിക്കും പറഞ്ഞാൽ ഒരു വശത്ത് നമ്മൾ ചിത്രീകരിച്ചാൽ മതി, ബാക്കി എല്ലാ വശവും അതേപോലെ ഒരേ സെയിം രീതിയിലായിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലെ ക്ലൈമറ്റ് എന്താണ്? മീൻസ് വളരെ കൂളാണ്, നല്ല തണുപ്പ്. എത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് പുറത്ത് അതിലൊരു നല്ല ചൂടാണേലും ഉള്ളിൽ നല്ല തണുപ്പ്. നല്ല പുറത്ത് നല്ല കാണുമ്പോൾ മനസ്സിലാവും നല്ല വെയിലുണ്ടെന്ന്. അതാ ഞാൻ ചോദിച്ചത് ഇതിന്റെ ഉള്ളിലും ചൂടാണോ? ഏകദേശം നമ്മൾ ഇവിടെ കറങ്ങിയൊക്കെ വന്നപ്പോ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ കണ്ട് തന്നെ കാണാം നല്ല വെയിൽ റിഫ്ലക്ട് അടിക്കുന്നുണ്ട്. അതെ അതെ കണ്ടതേ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഉള്ളില് നമുക്ക് ക്യാമറ റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഉള്ളിലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ. ഇത് അപ്പൊ ബാക്ക് സൈഡ് അതുകൊണ്ടാണ് ആണോ? നമ്മൾ അത് ഉള്ളിൽ കൂടെ ഇറങ്ങി ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പൊ നേരത്തെ നീ ചോദിച്ച പോലെ യമുനാ നദി എവിടെയെന്ന് ചോദിച്ചതാണ് ഈ കാണുന്ന യമുനാ നദി, ഓ, അതിന്റെ ബാക്ക് ബാക്കില്. സൈഡ്. അപ്പൊ ഉള്ളിലത്തെ വിഷ്വൽസ് പെർമിറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റായിരുന്നത്. ഇതിപ്പോ നിൽക്കുന്നത് ബാക്ക് സൈഡ് ആണ്. ബാക്ക് സൈഡ് ഇതിലൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടില്ലേ, കുറെ കൃഷിസ്ഥലം പോലെ. ദേ ആ സൈഡിൽ നോക്കിയാൽ അവിടെ ഒരു നമുക്ക് കാണാൻ പറ്റും. ഉം. കണ്ട ഈ സൈഡല്ല, നമ്മൾ ഈ ഭാഗത്ത് ആ പുഴയുടെ നദിയുടെ അപ്പുറ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ദേ നോക്കിക്കോ കേട്ടോ. ഓക്കെ. ദേ ഈ ഭാഗത്ത് ഇവിടെ പറയുന്നത് കുറെ ഷാജഹാൻ ആ സമയത്ത് കണ്ടില്ലേ, അവിടെ ഒരു ചെറിയൊരു എന്താ മതിൽ ഓക്കെ. ഒരു പോലെയൊക്കെ ഗോപുരം കണ്ടില്ലേ, പോലെ ഒരു സംഭവം. ഗോപുരം പോലെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ആയിരുന്നു കറുത്ത മാർബിൾസ് കൊണ്ട് ഈ താജ്മഹൽ പോലെ തന്നെ ഒരു കറുത്ത താജ്മഹൽ പണിയാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നു ആർക്ക്? ഷാജഹാൻ. ഷാജഹാന് വേണ്ടി. അപ്പൊ അത് അനാവശ്യ ധൂർത്താണ്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം വീണ്ടും പട്ടിണിയിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഷാജഹാന്റെ മകൻ രാജ്യാധികാരം കയ്യേറി അദ്ദേഹത്തെ തടവിലിട്ടു. അതാണ് ആഗ്ര ഫോർട്ടില് തടവിൽ. ആഗ്ര ഫോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ താജ്മഹൽ. അതിന്റെ ഇത് നമുക്ക് വിഷ്വൽസ് നമുക്ക് ആഗ്ര ഫോർട്ട് കാണുന്ന സമയത്ത് പറയാം. കാരണം ആ സൈഡാണ് നമ്മൾ കറുത്ത താജ്മഹൽ പണിയാനിരുന്നത്. പണിയാനിരുന്നത്, ബ്ലാക്ക് താജ്മഹൽ. ശരിക്കും അതും കൂടി വരുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ നിലയിൽ ഇന്നത്തെ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5000 കോടി രൂപയാണ് ഈ താജ്മഹൽ പണിയാൻ. പണിയാനായിട്ട് ചെലവാകേണ്ടിയിരുന്ന തുക, ഇന്നത്തെ ചെലവായ തുക. അപ്പൊ ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ കാശ് മുടക്കിയിട്ടാണ് ഇത് പണിത് എന്നുള്ളത്. ഇപ്പൊ ഈ കാണുന്നതൊക്കെ ബാക്ക് സൈഡ് ആട്ടോ. ബാക്ക് സൈഡിലാണ് നോക്കിയാലും ഒരേപോലെ തന്നെ നമുക്ക് അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡ് മാത്രമല്ല, Back side 4 ആണെങ്കിലും സൈഡ് സൈഡിൽ നോക്കിയാലാണ് ഏത് സൈഡ് 4 സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് നോർമൽ ഗതിയിൽ മുഗൾ ആർക്കിടെക്ചർ മുഴുവൻ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഹുമയൂൺ ടോംബ് പോയാലോ അല്ലെങ്കിൽ വേറെ അക്ബർ ടോംബ് പോയി കഴിഞ്ഞാലോ എല്ലാത്തിലും ഏകദേശം ഈ 4 സൈഡും ഒരേപോലെയാണ് പണിത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് എവിടെ നോക്കിയാലും ഫ്രണ്ട് ആയിട്ട് തന്നെ. അതെ അതെ, ഈ താജ്മഹലിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് നമുക്ക് ഈ
പുറകിലുള്ള ആ മതിലും അതിനനുബന്ധമായ കെട്ടിടങ്ങളും ഇല്ലേ? നമ്മളെ എൻട്രൻസ് കവാടം വന്നത്. കവാടം. അതിങ്ങനെ പുറകിലേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ഇതിന്റെ ഒരു വേറിട്ടൊരു സവിശേഷത. പക്ഷെ ഇതൊരു ബാക്കിയെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ബിൽഡിങ്ങുകളും ഒരു ചുമന്ന സാൻഡ്സ്റ്റോൺ എന്ന് പറഞ്ഞ കല്ലിലാണ് പണിതേക്കുന്നത്. നമ്മൾ ഈ താജ്മഹൽ. കാണുന്നില്ലേ? ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ ഈ നമ്മളെ ഈ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ഇല്ലേ, ഓക്കെ. അത് പണിത പോലെ. പക്ഷെ താജ്മഹൽ മാത്രമാണ് പൂർണ്ണമായും മാർബിളിൽ ചെയ്തിരിക്കുന്നത്. പണിത്. പക്ഷെ ബാക്കിയെല്ലാം ഡെക്കറേഷൻസ് മാർബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ പല സ്ഥലത്തുനിന്നും രാജസ്ഥാനും അങ്ങനെ പല സ്ഥലത്തുനിന്നും ദൂരെ നിന്നൊക്കെ കൊണ്ടുവന്ന മാർബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിയിലേക്ക് വേറെ റൂംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഓ, അതിലേക്കൊന്നും പബ്ലിക്കിന് താജ്മഹലിന്റെ അടിയിൽ. അതെ അതെ ഈ നമ്മൾ ഈ നിൽക്കുന്ന ആ ബേസ്മെന്റിന്റെ താഴെ വേറെ റൂംസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിലേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല, അതെല്ലാം ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനൊരു വേറൊരു കഥയും കൂടിയുണ്ട്. ഇതിന്റെ ശില്പി ഇത് പണി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാജഹാൻ പറഞ്ഞു ഇനി ഇതേപോലത്തെ ഒരു സൗധം വേറൊരു സ്ഥലത്ത് വരാൻ പാടില്ല, അതുകൊണ്ട് ഇവരുടെയൊക്കെ കൈ വെട്ടണം, ഈ ജോലിയിൽ ഏർപ്പെട്ട എല്ലാവരുടെയും കൈ വെട്ടണം എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചു എന്നാണ് പറയണത്. അങ്ങനെ ശില്പി ചെന്ന് അവിടെ ഇവിടെയൊക്കെയോ ചുറ്റിക കൊണ്ട് അടിക്കുകയും അതിന്റെ ഫലമായിട്ട് ഈ മുംതാസിന്റെ കല്ലറയിലേക്ക് മേളിൽ നിന്ന് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം നേരെ കല്ലറയിലേക്ക് വരും എന്നുള്ളതാണ് പറയണത്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇപ്പൊ നോക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു കാര്യം കൂടി ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ മാർബിൾ മാത്രമല്ല, ശരിക്കും രത്നക്കല്ലുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചതായിരുന്നു ഈ ബിൽഡിംഗ് മുഴുവനും. ഈവൻ അതിന്റെ തറ പോലും എന്നാണ് പറയണത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ ഈ രത്നക്കല്ലുകളൊക്കെ കൊത്തി എടുത്തുകൊണ്ട് പോയി എന്നാ പറയണത്. താജ്മഹൽ പൊളിച്ചുകൊണ്ട് ആ പോകാണ്ടിരുന്നത് അല്ലല്ല, ഭാഗ്യം. ഈവൻ പൊളിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം പോലും ഉണ്ടായി. പൊളിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം പോലും ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഒരു വൈസ്രോയി കർസൺ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് വൈസ്രോയി ആണ് പിന്നെ താജ്മഹലിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വിചാരിച്ച് പൈസ മുടക്കാൻ തയ്യാറായത്. അതിന് മുമ്പ് ഇരുന്നവർ ഈവൻ താജ്മഹലിലെ ഈ മാർബിള് വരെ പൊളിച്ചെടുത്തുകൊണ്ട് പോയി വിൽക്കാൻ വേണ്ടി നോക്കി എന്നുള്ളതാണ് ചരിത്രം. എങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ 2 ലോകമഹായുദ്ധങ്ങൾ വന്നിട്ടുണ്ട്, വേൾഡ് വാർ ഫസ്റ്റും വേൾഡ് വാർ സെക്കൻഡും. ഈ സമയത്തൊക്കെ താജ്മഹലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു ബോംബ് വീണാൽ മതി, ഇത്രയും മനോഹരമായ സൗധം നമുക്ക് ഇനിയിപ്പോൾ കാണാൻ പറ്റില്ല. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താജ്മഹലിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താന്ന് പറഞ്ഞാൽ അന്ന് എത്രയോ ദാരിദ്ര്യം ഉണ്ടായി കാണും. രാജാക്കന്മാരൊക്കെ എത്രയോ സുഖലോലുപരായിട്ടാണ് താമസിച്ചിരുന്നത്. പക്ഷേ അന്ന് അവർ ഇത് ചെയ്തത് കൊണ്ടല്ലേ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഒരു ഇത്രയും സമാധാനം. മനോഹരമായ ഒരു താജ്മഹൽ ഉണ്ടായത്. അതെ. പക്ഷേ ഇപ്പൊ നമുക്ക് ഈജിപ്തിലേക്ക് എടുക്കുവാണെങ്കിൽ പിരമിഡ്, മരണശേഷം മൃതദേഹം അടക്കം ചെയ്യുന്ന പിരമിഡ്, താജ്മഹൽ, നമുക്ക് ഇവിടെ നോക്കിയാലും ഇതേപോലെയുള്ള ഓരോ സൗധങ്ങളും കാണാൻ പറ്റും നോർത്ത് ഇന്ത്യയിൽ. കണ്ട ആ ഒരു ഏരിയയിൽ നിന്ന് നോക്കിയ താജ്മഹലിന്റെ ആ ഒരു സൈഡ് വ്യൂ നല്ല രസമുണ്ട് നമ്മളൊരു കാണാൻ. മൂലയിൽ നിന്നുള്ള ആ ഒരു മിനാരത്തിന്റെ സൈഡിൽ നിന്നാണ് എടുത്തേക്കുന്നത്. എന്താ ഭംഗി അല്ലേ? നല്ല രസം. നല്ല ഭംഗിയായിട്ടല്ലേ ഇരിക്കുന്നത്, നോക്കിക്കേ. അടിപൊളിയായിട്ടുണ്ട്. ഏത് ഓരോ സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ വ്യൂ. അതൊരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ. അത് കൂടാതെ ഇത് കണ്ടില്ലേ, നമ്മൾ ആ നേരത്തെ കണ്ട ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെയൊക്കെ താഴത്തേക്കൊക്കെ ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് ശരിക്കും. 4 സൈഡിൽ നോക്കിയാലും ഒരേ വ്യൂ. ഇത് വേറെ ആ സൈഡിൽ നിന്നുള്ള വ്യൂ. പക്ഷെ എന്താ ആദ്യമേ കണ്ട അതേ പോലെ തന്നെ ഫീൽ ചെയ്യും. അതൊന്ന് കണ്ട ആ മിനാരത്തിന്റെ ഇതിലേക്കുള്ള എൻട്രിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷെ ഇതൊക്കെ എന്തോരം ഒപ്പിയെടുത്തു കഴിഞ്ഞാലും നമുക്ക് മതിയാവൂല കേട്ടോ. നല്ല നമ്മൾ ഈ രസമുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് എന്തോരം ഒപ്പിയെടുത്താലും മതിയാവൂല എന്ന്. വാസ്തവത്തിൽ അത് തന്നെയാണ്. എന്തോരം കണ്ടാലും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നൂല. അവിടെ തന്നെ നിൽക്കാൻ തോന്നും. ഒരൊറ്റ റീസണാണ് ഇത്രയും ജനങ്ങള് 70 ലക്ഷം പേര് ഒരു വർഷം കാണുന്നുണ്ടെങ്കിൽ, ഇത്രയും വിദേശികള് ഇന്ത്യയിൽ വരുന്നുണ്ടെങ്കിൽ, ഇന്ത്യ താജ്മഹലിന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞ ഇത്രയും വിസ്മയകരമായ ഒരു വേറെ വാസ്തുശില്പം ആയതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. കണ്ട കുറച്ച് ലൈറ്റിന്റെ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ ഒരു അതിന്റെ കളർ നിറം ചേഞ്ച് ഫീൽ കളർ ചെയ്യും. ചേഞ്ച് വന്നു കണ്ടില്ലേ? നമ്മൾ നേരത്തെ വെള്ള കളർ കണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഒരു റെഡിഷ്
ഒരു റെഡിഷ് മാത്രമല്ല, വേറൊരു വേറൊരു വേറിട്ട കളർ കണ്ടില്ലേ? ഫീൽ ചെയ്തു. ഇതാണ് ഓരോ സമയത്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലുള്ള വ്യത്യാസം. ഇതില് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് മാർബിളിന്റെ ഒരു പ്രത്യേകതയാട്ടോ നമ്മൾ ചെയ്തത്. എനിക്ക് പലപ്പോഴും തോന്നി ഇതേപോലെ ഒരു വൈറ്റ് മാർബിൾ കൊണ്ടൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന്. പക്ഷെ നല്ല കോസ്റ്റ് വരും. അന്നത്തെ കാലത്ത് അല്ല, ഇന്നത്തെ റേറ്റ് വെച്ച് 500 കോടി മേലെ മുടക്ക് വരും. അപ്പൊ അല്ല, ഇന്നത്തെ ഇന്നത്തെ റേറ്റിൽ വീട് 500 വെച്ച് കോടിയല്ല, 5000 കോടി എന്നാണ് 5000 കോടി, കണക്ക്. സോറി, 5000 കോടി 5000 എന്നാണ് കണക്ക്. കോടിയുടെ കണക്ക്. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കാൻ പോയാ അത്യാവശ്യം കാശുള്ളവർക്ക് ഉണ്ടാക്കാം. നമുക്ക് സ്വപ്നം കാണാലോ. നമുക്കങ്ങനെ സ്വപ്നം കാണുന്നത് സ്വപ്നം കാണുന്നവർക്ക് പോയി കാണാനുള്ളതാണ് താജ്മഹൽ. അതാകുമ്പം 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചുറ്റി നടന്നെല്ലാം കണ്ട് ആസ്വദിച്ച് ഒരു ദിവസം മുഴുവനും ചെലവാക്കി പോരാം. ശരിക്കും ഒരു ദിവസത്തിന്റെ ആവശ്യമില്ല. മൊത്തം കാണണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അര ദിവസം സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ ഒരു അര ദിവസം നമുക്ക് ആഗ്ര ഫോർട്ടും കൂടി കാണാവുന്ന രീതിയിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ വൈകുന്നേരത്തെ പുറകിൽ നിന്നുള്ള വിഷ്വൽസ് നമ്മൾ ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ട ഈ വഴിയാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നത്. ആക്ച്വലി അപ്പൊ രാവിലെ വന്ന് താജ്മഹൽ കണ്ട് ആഗ്ര ഫോർട്ടും പോയി കണ്ട് ഈവനിങ് ബാക്ക് സൈഡ് വ്യൂവും കൂടെ കണ്ട ഒരു ദിവസത്തെ കാര്യം സെറ്റ് ആവും. കറക്റ്റ്. അതായത് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം വരിക, വൈകുന്നേരം ബാക്ക് സൈഡ് കാണുക ഈവനിങ്ങിൽ, അതിനുശേഷം രാവിലെ താജ്മഹൽ കാണുക, താജ്മഹൽ കണ്ട ശേഷം ഉച്ചയാകുന്ന സമയത്ത് നമ്മൾ ആഗ്ര ഫോർട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുക. പക്ഷെ എവിടെ പോയാലും ഇതേപോലെയുള്ള മോണുമെന്റ്സ് എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ 2-3 ബോട്ടിൽ മിനറൽ വാട്ടറിൽ ബോട്ടിൽ വെള്ളം നമ്മൾ കരുതാൻ നോക്കുക. കാരണം അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് വെള്ളം കിട്ടില്ല. കാരണം അത്യാവശ്യം നന്നായിട്ട് നടക്കാനും ഉണ്ട്, നല്ലൊരു ഏരിയ ഉണ്ട്, നല്ല നല്ല ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഡിസ്റ്റൻസ് ഉണ്ടല്ലേ? നല്ല ഒരു ഏരിയ ഉണ്ട്. ഇതൊക്കെ നടന്നു വരാനായിട്ട് ആകെ കൂടി നമുക്ക് തണൽ കിട്ടുന്ന ഒന്നില്ലെങ്കിൽ ആ മരം, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ബിൽഡിങ്ങിന്റെ അടിയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നമ്മൾ ഈ സൈഡിലുള്ള ബിൽഡിങ് കണ്ടില്ലേ, ഈ ചുമന്ന കളർ ഉള്ളത്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് താജ്മഹൽ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. ആൾക്കാർ ഇരിക്കുന്നത് കണ്ടു നോക്കി, എന്തോരം സ്ഥലം നോക്കി ആൾക്കാരിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ സ്നേഹത്തിന് വേണ്ടി പണിയുന്ന കെട്ടിടങ്ങളാണ് ഭാവിയിൽ ഓരോരുത്തർക്കും കണ്ടാസ്വദിക്കാനും ഓർമ്മിക്കാനും ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഭാഗത്തൊക്കെ കുറേ ബെഞ്ചസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഇരിക്കാം. പക്ഷെ ഈ ഒരുപാട് പേര് വരുമ്പോഴത്തേക്ക് ഇതൊന്നും സ്ഥലമില്ലാതെ പോകും. അതാണ് വേറൊരു കാര്യം. കണ്ട ഈ ഓരോ ഏരിയയിൽ നിന്ന് നമ്മൾ ആ വിഷ്വൽസ് എടുക്കുമ്പോഴത്തേക്ക് നോക്കിക്കോ, ഓരോ നാട്ടിൽ അല്ലേ, ഓരോ ഇതിലും നമുക്ക് മടുപ്പ് തോന്നൂല. കണ്ട, ഇതാണ് ഞാൻ ശരിക്കും പറയാൻ കവർ ഫോട്ടോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. എന്താ ഭംഗിയല്ലേ. നല്ല രസമാണ്. ഇപ്പൊ വൈറ്റ് മാറി ഒരു ഐവറി കളറായില്ലേ ഏകദേശം. ഓരോ സൂര്യന്റെ മാറ്റത്തിനനുസരിച്ചും ടൈമിന്റെ വ്യത്യാസത്തിനനുസരിച്ചും കളർ ചേഞ്ച്. അതെ അതെ, ഇപ്പൊ ഒരു ഐവറി കളറാ. നല്ല നല്ല ഒരു, പക്ഷെ ഇങ്ങനെയുള്ള ഷോട്ടുകളൊന്നും ഞാൻ അധികം ഇതിൽ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് നിന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര രസമായിട്ട് എടുക്കാൻ തോന്നിയത്. നമ്മളുടെ ഗിംബൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്തത്. ആ ഗിംബലിന്റെ പേര് ആരെങ്കിലൊക്കെ കമന്റിൽ പറയുന്നു, നമുക്ക് വിശ്വസിക്കാം. ഇനി ഇതെല്ലാം നമ്മൾ കണ്ട ആ മരത്തിന്റെ ഇടയിൽ കൂടിയൊക്കെ നോക്കുമ്പോൾ ആ സൈസ് കണ്ടോ അല്ലേ? നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു നല്ല ഒരു കേക്ക് അല്ലേ, കേക്ക് വെച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓരോന്നുമായിട്ട്. ഇനി ഇപ്പൊ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ചീഫ് ആർക്കിടെക്റ്റ് ഉണ്ട്, അഹമ്മദ് ലാഹോരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു പേർഷ്യൻ മുസ്ലിമാണ്. അദ്ദേഹമാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ കൈവെട്ട് കേസുകളൊക്കെ പറഞ്ഞ കേസില്ലേ, കൈവെട്ടും. അപ്പൊ ഇദ്ദേഹമാണ് പോയി അവിടെ ഇവിടെയൊക്കെ പൊട്ടി ആ കറക്റ്റ് മുംതാസിന്റെ ടോംബിലേക്ക് വെള്ളം വീഴുന്നൊക്കെ പറഞ്ഞില്ലേ, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ ചീഫ് ആർക്കിടെക്റ്റ് അഹമ്മദ് ലാഹോരി. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയാതെ പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഇത്രയും നല്ലൊരു വിഷ്വൽ അപ്പീലുള്ള ഒരു സൗധം നമുക്കായി, ഇത്രയും നല്ലൊരു കെട്ടിടം നമുക്കായിട്ട് പണി കഴിപ്പിക്കാം. കാര്യം കാശ് മുടക്കിയത് രാജാവാണ് അല്ലെ, അന്നത്തെ ഷാജഹാൻ ചക്രവർത്തി ആണെങ്കിൽ പോലും ഇദ്ദേഹമാണല്ലോ ഇത് രൂപകൽപ്പന ചെയ്തത്.
അത് ശരി. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരു വാക്ക് പറയാതെ പോകുന്നത് വളരെ മോശമാണ്. നോക്ക് അതുകൊണ്ട് പോരുമ്പോ നമ്മൾ ഓരോന്നകന്ന് പോകുമ്പോഴും ശരിക്കും ഇത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടാണ് നമ്മൾ പോരുന്നത്. അല്ല, ഞാൻ വരാണ്ട് തന്നെ എനിക്കത് ഫീല് കിട്ടുന്നുണ്ട്. പോണം നമുക്ക്. പോകാം. ശരിക്കും ഇത് നേരിട്ട് കാണണം. ഓരോ ഭാരതീയനും കാണേണ്ടതാണ്. നമ്മൾ ആരും വിടാതെ ഇത്രയും മനോഹരമായ ഒരു ആർക്കിടെക്റ്റും കണ്ട. ഈ സൈഡ് നമ്മൾ ഇതിപ്പോ ഈ ഭാഗം എവിടെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ആ ബാക്കി. നടുക്ക് ഡയാന ബെഞ്ച് കിടന്നിരുന്ന സ്ഥലമില്ലേ, അതിന് നേരെ ആ, ഈ ഭാഗത്തായിട്ട് താജ്മഹലിന് ഇതിനും പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഭാഗമാണ് കണ്ട. അതിന് ഓപ്പോസിറ്റും അതേപോലെ തന്നെയുണ്ട് കണ്ട. ഡയാന ബെഞ്ച് കിടന്നിരുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയി കേഴ്സൺ, അദ്ദേഹമാണ് ഈ ഇതൊക്കെ ഒന്ന് മരാമത്തൊക്കെ ചെയ്തിട്ട് കൂടാതെ ഈ ഗാർഡൻ ഒക്കെ അടിപൊളിയാക്കി എടുത്തത്. അതിന് പിന്നെ അതുകൂടാതെ യുണൈറ്റഡ് നേഷൻസിന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് താജ്മഹലിനെ പ്രഖ്യാപിച്ചു. 1983 ആ പ്രഖ്യാപനം ഉണ്ടായത്. അപ്പോൾ കൂടുതൽ ലോകശ്രദ്ധ താജ്മഹലിലേക്ക് വന്നു. ഇത് കൂടാതെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ താജ്മഹലിന്റെ മുകളിൽ കൂടി വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയില്ല, തൊട്ടടുത്തുള്ള വാഹനങ്ങളെല്ലാം ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കണം യൂസ് ചെയ്യുന്നത്, അടുത്തുള്ള കമ്പനികളൊക്കെ മാറ്റി സ്ഥാപിച്ചു. അതായത് അതിൽ നിന്ന് വരുന്ന ഒരു പുകയോ അല്ലെങ്കിൽ രാസമാലിന്യമോ ഒന്നും താജ്മഹലിനെ ഡാമേജ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഇന്നും താജ്മഹലിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഉം. അതിൽ ശരിക്കും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഒരു പങ്കുണ്ട്. യുണൈറ്റഡ് നേഷൻസും യുനെസ്കോയും അതിൽ അതില് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. താജ്മഹലിന്റെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് പോകത്തില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല, അതാണ് അത് ഒരു പുതിയ ന്യൂസ് ആണ് അല്ലേ? പുതിയ ന്യൂസ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ മേളിൽ കൂടി ഫ്ലൈങ് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് താജ്മഹലിന്റെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ മതില്, ആ മെയിൻ എൻട്രൻസിനോട് ചേർന്ന് ഇങ്ങനെ മതിലുകൾ പോകുന്നുണ്ട്. ആ മതിലിനോടനുബന്ധിച്ച് തന്നെ കോറിഡോർ പോകുന്നുണ്ടെന്ന് കണ്ട. ആ കോറിഡോർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോറിഡോറൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതെ, ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ജസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. കണ്ടില്ലേ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിന് മാത്രം എന്തോരം എഫേർട്ട് ആയിരിക്കും എടുത്തെന്നുള്ളത്. എത്ര നാളത്തെ പണി? 20 കൊല്ലത്തെ വർക്കാണ് ഈ താജ്മഹൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അത് 20,000 പേര്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ ഒരു വീട്, ചെറിയ വീടൊക്കെ പണിയാനായിട്ട് 5-6 പേരും ഉണ്ടെങ്കിൽ എത്ര നാളും കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും? ഇത്രയും വലിയ സ്ഥലം, ഇതൊക്കെ എങ്ങനെ കിടന്നിരുന്ന സ്ഥലമാണ്. 20,000 പേര് 20 വർഷം കൊണ്ട്. ഇതൊക്കെ അപ്രോക്സിമേറ്റ് കണക്കാണ്. ഏകദേശം എവിടേക്കോ എഴുതി വെച്ചത്, നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളിൽ നിന്ന് ലഭിച്ച ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ. കണ്ടില്ലേ, ഇതൊക്കെ ഓരോ തിട്ടയായിട്ട് ഓരോ ഇതെല്ലാം കല്ലും കൊണ്ടാണ് പണിതേക്കുന്നത്. കണ്ടില്ലേ, കണ്ട. കോറിഡോർ എന്ന് പറഞ്ഞാലും അത്യാവശ്യം ആൾക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ ആണിത്. ആ മുകൾ ഭാഗം കണ്ടോ, ഇത് എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെയാണ് കേട്ടോ. നമ്മളൊരു വാർക്ക കെട്ടിടം പോലെ ഇതിങ്ങനെ കല്ല് മേളിൽ വെച്ചിട്ട് അത് ജോയിൻ കല്ലുകൾ ചെയ്ത് കീറി പോയേക്കുക. കല്ല് ചുവ- കീറി, ആ ചുമന്ന കല്ല് കീറി ശരിക്കും പറഞ്ഞ ജോയിൻ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. അത് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇതൊക്കെ വർഷങ്ങളുടെ കാലപ്പഴക്കം കൊണ്ട് ഇതിന്റെ ചിലപ്പോൾ ചിത്രപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ആ കല്ല് നിൽക്കുന്നുണ്ട്, ഒരു ഡാമേജും കൂടാതെ. 400 വർഷം വെച്ച കല്ല് ഇപ്പോഴും. അപ്പൊ നമ്മളൊരു ഇങ്ങനെയും ആർക്കിടെക്ചർ രീതികളിൽ ബിൽഡിങ് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം നിൽക്കും. പക്ഷെ നമ്മൾ സാധാരണ കോൺക്രീറ്റിൽ പണിത ഒരു ബിൽഡിങ്ങിന് ഒരു 30 വർഷം മുതൽ 50 വർഷം വരെയൊക്കെ ആയുസ് പറയുന്നത്. 400 വർഷം, 2 ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ചു, ഇത്രയും ഭൂകമ്പങ്ങൾ ഉണ്ടായി അതിനെ അതിജീവിച്ചു, ഇത്രയും ഓരോരോ മാറി വന്ന കാലാവസ്ഥയെയൊക്കെ അതിജീവിച്ചാണ് നമുക്ക് ഇന്ന് ഇത് കാണാൻ പറ്റുന്നത്. ഇത് ഇനിയും ആയിരക്കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ തന്നെ സുന്ദരമായി നിലനിൽക്കട്ടെ.
ഞാൻ നിൽക്കും. അതായത് ഇതിനെ കാണും. കണ്ട ഈ വശത്ത് കൂടിയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് കേട്ടോ. എക്സിറ്റ് കേറുന്നത് എക്സിറ്റ് കയറുന്ന കേറുന്നത് നമ്മൾ ആ ബിൽഡിങ്ങിന്റെ ഇതിന്റെ ഉള്ളിൽ കൂടിയാണ്. ശരിക്കും ഈ വശത്ത് കൂടി ഒരു എക്സിറ്റ് അടിച്ച് നമ്മൾ പുറത്തേക്ക് പോകുന്നു. ഇത് ഇവിടെ നിന്നാണ് കണ്ട, ഇവിടെയൊക്കെ കണ്ട കുറേ വർക്കുകൾ, മരാമത്ത് വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. ഓരോ തവണയും ഓരോ സ്ഥലത്തായിട്ടാണ് കണ്ട. കോറിഡോർ എല്ലാം ഇവിടേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ രാജ ശരിക്കും പറഞ്ഞ ഷാജഹാന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും കൂടെയുള്ള അദ്ദേഹത്തിന്റെ പരിവാരങ്ങളെല്ലാവരുമായിരിക്കും ഇവിടെ നിൽക്കുന്നത്. ആ സിറ്റുവേഷൻ നമുക്കൊന്ന് ഓർത്ത് നോക്കാം, അല്ലേ? ശരി. പക്ഷെ കാര്യം എത്രയൊക്കെയാണെങ്കിലും ഇങ്ങനൊരു കെട്ടിടങ്ങൾ പണിതത് എന്നും നമുക്ക് ഓർത്ത് വെക്കാനും എന്നും കാണാൻ പോകാനും എല്ലാം ഇപ്പൊ നമ്മൾ കയറിയ എൻട്രൻസിൽ തന്നെ തിരിച്ചെത്തി. അതെ അതെ, നമ്മൾ ആ കയറിയ എൻട്രൻസ് ആണ് പോകുന്നത്. അപ്പൊ ഈ ഗ്രൗണ്ട് നമ്മൾ ആ കയറി വന്നില്ലേ, ആ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ പോകുന്നതാണ് എക്സിറ്റ്. അവിടെയും സെക്യൂരിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് എക്സിറ്റ് ചെയ്ത് പോകാം. അവിടെ കുറേ മാർക്കറ്റ് കാര്യങ്ങൾ, ചെറിയ ചെറിയ മാർക്കറ്റ് പോലെയുണ്ട്. അതായത് താജ്മഹലിന്റെ ചെറിയ വെണ്ണക്കല്ലിൽ കൊത്തിയ രൂപങ്ങൾ, അങ്ങനെ കുറേ സൊവനീറുകൾ വിൽക്കുന്ന കുറച്ച് കടകൾ അവിടെയുണ്ട്. നേരെ ഫ്രണ്ടിൽ കൂടെയാണ് എക്സിറ്റ്, സൈഡിൽ കൂടെയാണ് എൻട്രൻസ്. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഈ ആക്സസിബിലിറ്റിക്ക് എളുപ്പമാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഏർപ്പാടാക്കിയിരിക്കുന്ന സെക്യൂരിറ്റി ടീംസിന് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ കണ്ട് ഇറങ്ങുകയാണ്.